ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. യേശുവല്ലോ വാക്കുമാറാത്തവൻ നാഥനല്ലോ വാഗ്ദത്തമേകിയോൻ യേശുവല്ലോ വാക്കുമാറാത്തവൻ നാഥനല്ലോ വീണാലും താണാലും താങ്ങുന്നവൻ കരം പിടിച്ചെന്നെ നടത്തുന്നവൻ വീണാലും താണാലും താങ്ങുന്നവൻ കരം പിടിച്ചെന്നെ നടത്തുന്നവൻ പരദേശിയായി നടന്നിടുമ്പോൾ താങ്ങും തണലുമായി കൂടെ വരും പരദേശിയായി നടന്നിടുമ്പോൾ താങ്ങും തണലുമായി കൂടെ വരും വാഗ്ദത്തമേകിയോൻ യേശുവല്ലോ വാക്കുമാറാത്തവൻ നാഥനല്ലോ. പൂർവപിതാവായ അബ്രഹാമിൻ ഏകിയ വാഗ്ദത്തമേഴല്ലയോ പൂർവപിതാവായ അബ്രഹാമിൻ ഏകിയ വാഗ്ദത്തം ഏഴല്ലയോ പേർ ചൊല്ലി വിളിച്ചവൻ ദൈവമല്ലോ വഴിയിൽ നിന്നെ വിട്ടു പോകാത്തവൻ പേർ ചൊല്ലി വിളിച്ചവൻ ദൈവമല്ലോ വഴിയിൽ നിന്നെ വിട്ടു പോകാത്തവൻ വാഗ്ദത്തമേകിയോൻ യേശുവല്ലോ വാക്കുമാറാത്തവൻ നാഥനല്ലോ. ഈ തീർത്ഥയാത്രയിനന്ത്യകാലേ നിത്യമാം ജീവങ്കലെത്തിച്ചേരും ഈ തീർത്ഥയാത്രയിനന്ത്യകാലേ നിത്യമാം ജീവങ്കലെത്തിച്ചേരും നീ ഒരനുഗ്രഹമാകുമല്ലോ വിശ്വസിക്കുന്നവർക്കെല്ലാവർക്കുമേ നീ ഒരനുഗ്രഹമാകുമല്ലോ വിശ്വസിക്കുന്നവർക്കെല്ലാവർക്കുമേ വാഗ്ദത്തമേകിയോൻ യേശുവല്ലോ വാക്കുമാറാത്തവൻ നാഥനല്ലോ.
ഉലകം കീഴ്മേൽ മറിക്കുന്ന നാൾ വരുന്നു. സുവിശേഷ കാഹള ധ്വനി മുഴക്കാൻ നിന്നെ എൻ വചനത്താൽ നിറച്ചിടും ഞാൻ. സുവിശേഷ കാഹള ധ്വനി മുഴക്കാൻ നിന്നെ എൻ വചനത്താൽ നിറച്ചിടും ഞാൻ. വാഗ്ദത്തമേകിയോ യേശുവല്ലോ, വാക്കുമാറാത്തവൻ നാഥനല്ലോ. നിൻ ഭാരമഖിലവും ഞാൻ വഹിക്കാം, വാർദ്ധക്യകാലത്തും ഫലസമൃദ്ധി. നിൻ ഭാരമഖിലവും ഞാൻ വഹിക്കാം, വാർദ്ധക്യകാലത്തും ഫലസമൃദ്ധി. അന്യമം കാഹളം മുഴങ്ങിടുമ്പോൾ പറന്നു നീ വന്നിടുമെന്നരികിൽ. അന്യമം കാഹളം മുഴങ്ങിടുമ്പോൾ പറന്നു നീ വന്നിടുമെന്നരികിൽ. വാഗ്ദത്തമേകിയോ യേശുവല്ലോ, വാക്കുമാറാത്തവൻ നാഥനല്ലോ. വാഗ്ദത്തമേകിയോ യേശുവല്ലോ, വാക്കുമാറാത്തവൻ നാഥനല്ലോ. വീണാലും താണാലും താങ്ങുന്നവൻ, കരം പിടിച്ചെന്നെ നടത്തുന്നവൻ. വീണാലും താണാലും താങ്ങുന്നവൻ, കരം പിടിച്ചെന്നെ നടത്തുന്നവൻ. പരദേശിയായി നടന്നിടുമ്പോൾ താങ്ങും തണലുമായി കൂടെ വരും. പരദേശിയായി നടന്നിടുമ്പോൾ താങ്ങും തണലുമായി കൂടെ വരും. വാഗ്ദത്തമേകിയോ യേശുവല്ലോ, വാക്കുമാറാത്തവൻ നാഥനല്ലോ. ദൈവനാമത്തെപ്പെടുമാറാകട്ടെ. നിങ്ങൾ വേദപുസ്തകത്തിൽ പഠിച്ചിട്ടുണ്ടല്ലോ പല ജാതി പരീശന്മാരെ. യോബിനെ പോലും പരീശൻ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഭക്തനായ പരീശൻ. യോബിന് കൊടുത്തിരുന്ന പേരതായിരുന്നു. അബ്രഹാമിനെയും പരീശൻ എന്ന് അവർ വിളിച്ചിരുന്നു. ദൈവത്തെ സ്നേഹിക്കുന്ന പരീശൻ, അതായിരുന്നു അബ്രഹാമിന് കൊടുത്തിരുന്ന പേര്. ദൈവത്തെ സ്നേഹിക്കുന്ന പരീശൻ. പരീശൻ എന്ന് പറഞ്ഞാൽ സെറ്റ് അപ്പാർട്ട്സ്, വേർതിരിക്കപ്പെട്ടവൻ, വ്യതിരിക്തൻ, വേർതിരിക്കപ്പെട്ടവൻ എന്നാണ് അർത്ഥം. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ അത്രയേ ഉള്ളൂ, ദൈവത്തെ സ്നേഹിക്കും. ദൈവമക്കളെ, അബ്രഹാമിൻ്റെ ജീവിതം പോലെ ഒരു ജീവിതമാണ് എനിക്ക് ദൈവം തന്നതെങ്കിൽ ഞാൻ ഈ ആത്മീയ രംഗത്ത് നിൽക്കുമായിരുന്നു. അബ്രഹാമിൻ്റെ ജീവിതം പോലെ ഒരു ജീവിതമാണ് ദൈവം നിങ്ങൾക്ക് തന്നതെങ്കിൽ നിങ്ങൾ ഈ ആത്മീയ രംഗത്ത് നിൽക്കുമായിരുന്നു. ആലോചിച്ച് നോക്ക് പ്രിയപ്പെട്ടവരെ. കൊടുക്കാമെന്ന് പറഞ്ഞ് വിളിച്ചു, തരാമെന്ന് പറഞ്ഞ് വിളിച്ചു, എന്നിട്ട് അങ്ങ് ഓടി ഞാൻ കൊടുത്തോ? ഉടനെ ഞാൻ കൊടുത്തോ? കൊടുത്തില്ല. ഒരു മകനെ തരാമെന്ന് പറഞ്ഞു. എത്ര നാൾ കഴിഞ്ഞാണ് കൊടുത്തത്? 25 വർഷം കഴിഞ്ഞാണ് കൊടുത്തത്. കൊടുത്തു കഴിഞ്ഞ് ആ മോനൊരു 10-13 വയസ്സായപ്പോൾ പറഞ്ഞു, അവനെങ്ങും ഉണ്ടാ, അവനെങ്ങും അന്നേരെ അവനെ ബലി കഴിക്കേ, അവനെ ബലി കഴിക്കേ. അബ്രഹാം അത് ചെയ്തു. എന്തൊരു കലഹം പിടിച്ച കുടുംബം, എന്തൊരു കലഹം പിടിച്ച കുടുംബജീവിതമായിരുന്നു വാസ്തവത്തിൽ. ഇതെല്ലാം സംഭവിച്ചെങ്കിലും അബ്രഹാം ഒരിക്കലും ദൈവത്തെ സ്നേഹിക്കുന്ന കാര്യത്തിൽ ഒരു വ്യത്യാസവും ഇല്ല. മകനെ തരാത്ത കാലത്തും മകനെ യാഗം കഴിക്കാൻ പറഞ്ഞ കാലത്തും ഭാര്യയുമായിട്ടെല്ലാം കലഹം ഉണ്ടായ കാലത്തും എല്ലാം അബ്രഹാമിൻ്റെ മനോഭാവത്തിൽ ഒരു വ്യത്യാസവും ഇല്ല. ദൈവത്തെ സ്നേഹിക്കുക, ദൈവത്തെ സ്നേഹിക്കുക, അതിന് മാറ്റമില്ല. ആഗ്രഹങ്ങൾ കിട്ടാത്ത കാലത്തും പ്രാർത്ഥിച്ചത് കിട്ടാത്ത കാലത്തും എല്ലാം അയ്യെ പോകുമ്പോഴും അബ്രഹാമിൻ്റെ ഹൃദയത്തിൽ ഒരു മാറ്റമില്ല. ദൈവത്തെ സ്നേഹിക്കുക. ദൈവമക്കളെ, അവിടെയാണ് ശരിയായ ആ ഭക്തി, സ്നേഹമെന്ന് പറയുന്നത് അവിടെയാണ്. ദൈവത്തെ സ്നേഹിക്കുക, അതിനൊരു മാറ്റമില്ല. പ്രാർത്ഥന കേട്ട കാലത്തും പ്രാർത്ഥനയ്ക്ക് മറുപടി ഇട്ട കാലത്തും ഒന്നും നടക്കാതിരുന്ന കാലത്തും കിട്ടിയതെല്ലാം നഷ്ടപ്പെടുമെന്ന് വരുമ്പോഴും ദൈവത്തെ സ്നേഹിച്ചു. ദൈവമക്കളെ, അത് മതി. നിങ്ങൾക്കും എനിക്കും അതാണ് വേണ്ടത്. ദൈവത്തെ സ്നേഹിച്ചു. അങ്ങനെ ആ പഴയ നിയമത്തിൻ്റെ കാലഘട്ടം എപ്പോഴും നാം ഓർക്കണം. ഈ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്. എന്താണ് വാസ്തവത്തിൽ പുതിയ നിയമ ശുശ്രൂഷ എന്ന് പറയുന്നത്?
ജീവനുള്ള ദൈവം നമുക്ക് എന്ത് തരും? എന്താണ് നമുക്ക് ചെയ്തു തരിക? നാം എന്താണ് ചെയ്യേണ്ടത്? റോമാലേഖനം 16-ാം അധ്യായത്തിന് 20-ാം വാക്യം വായിച്ചു നോക്കാം. സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചു കളയും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. സമാധാനത്തിന്റെ ദൈവം സാത്താനെ നിങ്ങളുടെ കാൽ കീഴ് ചതച്ചു കളയും. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഏദൻ തോട്ടത്തിൽ ദൈവം ആദാമിനോടും ഹവ്വായോടും പറഞ്ഞു, നിന്റെ സന്തതിക്കും അവൻ്റെ സന്തതിക്കും തമ്മിൽ ശത്രുതയുണ്ടാകും. എന്ന് വച്ചാൽ നിന്റെ മക്കൾ മനുഷ്യർക്ക് പാപം ചെയ്യുന്ന കാര്യത്തിൽ അവരുടെ ഉള്ളു പിടയ്ക്കും. ശത്രുതയുണ്ട്. പിശാചിൻ്റേതാണ് പാപം. പാപം പിശാചിൻ്റേതാണ്. മദ്യം പിശാചിൻ്റേതാണ്. അശുദ്ധി പിശാചിൻ്റേതാണ്. മയക്കുമരുന്ന് പിശാചിൻ്റേതാണ്. വൈരാഗ്യം പിശാചിൻ്റേതാണ്. ഇഷ്ടക്കുറവ് പിശാചിൻ്റേതാണ്. കലഹം പിശാചിൻ്റേതാണ്. അതുകൊണ്ട് പിശാചിൻ്റെ ഒരു കാര്യം ചെയ്യുന്നത് വരുമ്പോൾ നിന്റെ സന്തതിയുടെ മനസ്സിൽ ഒരു ശത്രുതയുണ്ട്. നിന്റെ മക്കളുടെ മനസ്സ് പിടയ്ക്കും. അഥവാ ദൈവം അവരുടെ മനസാക്ഷിയിൽ, മനുഷ്യൻ്റെ മനസാക്ഷിയിൽ പാപം പാപമാണെന്നും പാപം ചെയ്യരുതെന്നുള്ളതായ ഒരു ശരിയായ നിർണയം ഏദൻ തോട്ടത്തിൽ തന്നെ മനുഷ്യൻ്റെ മനസാക്ഷിയിൽ ദൈവം കൊടുത്തിട്ടുണ്ട്. പാപം പാപമാണ്, പാപം ചെയ്യരുത് എന്നുള്ളത്. അതാണ് ആ ശത്രുത ദൈവം ഉണ്ടാക്കിയിരിക്കുന്നത്. അത് നിങ്ങളുടെ ഹൃദയത്തിലുണ്ട്, എൻ്റെ ഹൃദയത്തിലുണ്ട്. പക്ഷേ ജീവനുള്ള ദൈവം കുറെ കഴിഞ്ഞപ്പോൾ യഹൂദ സഭയിലുള്ള ആളുകളോട് പറഞ്ഞു, അന്നത്തെ പള്ളിയും പെരുന്നാളും ഒക്കെ ആയിട്ട് നടന്ന ആളുകളോട് പറഞ്ഞു, നിങ്ങൾ പിശാചെന്ന പിതാവിൻ്റെ മക്കളാണെന്ന് പറഞ്ഞു അവരോട്. പിശാചിനോട് ശത്രുതയുണ്ടെന്ന് പറഞ്ഞ് തുടങ്ങിയ ആ സമൂഹം പിന്നീട് പിശാചിൻ്റെ മക്കളായി തീർന്നു. ദൈവമക്കളെ, മദ്യപാനത്തെ ചെയ്യാൻ പാടില്ലാത്തതാണെന്നുള്ളതായ ആ നിർണയം നിങ്ങളുടെ ഉള്ളിലുണ്ടോ? മദ്യപാനം ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. പ്രേമം പാടില്ലാത്തൊരു കാര്യമാണ്. അശുദ്ധി പാടില്ലാത്തൊരു കാര്യമാണ്. നിങ്ങളുടെ ഉള്ളിൽ ആ നിർണയമുണ്ടോ? ആ ശത്രുത ദൈവം ഉണ്ടാക്കിയിട്ടുണ്ട്, നിങ്ങളുടെ ഹൃദയത്തിലുണ്ട്. അത് പിശാച് കുരുടാക്കി കളഞ്ഞതാണ്. അതിലേക്ക് നിങ്ങൾ തിരിച്ചു വരേണ്ടിയിരിക്കുന്നു. പാപത്തോടുള്ളതായ വെറുപ്പ് മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് മാറിപ്പോയി. ഇന്ന് പാപത്തോടുള്ളതായ അറപ്പ് മാറിപ്പോയി. അതാണ് ദൈവം ഉണ്ടാക്കിയ ശത്രുതയാണ്. ദൈവമക്കളെ, അമ്മായിമ്മയും മരുമകളും എല്ലാം ഉണ്ട്. നമ്മുടെ ഭവനത്തിൽ എല്ലാവരും ഉണ്ട്. പക്ഷേ വാസ്തവത്തിൽ ഞാനൊക്കെ ഓർക്കുന്നു, പണ്ടത്തെ കാലത്ത്, ഞാനൊക്കെ കുഞ്ഞായിരുന്ന കാലത്ത് സന്ധ്യാപ്രാർത്ഥനയൊക്കെ കഴിഞ്ഞാൽ വീട്ടിൽ അപ്പനും അമ്മയ്ക്കും കൈക്കസ്തൂരിയൊക്കെ കൊണ്ടു കൊടുക്കണം. ഞാനൊക്കെ പള്ളിയിൽ കൈക്കസ്തൂരി കൊടുക്കുന്ന പോലത്തെ കുഞ്ഞുകാലത്തൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കൊണ്ടുപോയി അപ്പനും കൊടുക്കും, അമ്മയ്ക്കും കൊടുക്കും. പക്ഷെ അപ്പനും അമ്മയും കൂടെ കൊടുക്കില്ല. ഞാൻ കൊണ്ടുപോയി അപ്പന് കൊടുക്കും, ഞാൻ കൊണ്ടുപോയി അപ്പം അങ്ങനെ മുറിക്കിരിക്കണം അമ്മയ്ക്കും കൊടുക്കും. അപ്പനും അമ്മയും കൂടെ കൊടുക്കുമോ? അവർ കൊടുക്കില്ല. അമ്മായിമ്മയും മരുമകളും കൂടെ കൈക്കസ്തൂരി കൊടുക്കുമോ? അത് കൊടുക്കില്ല. പിള്ളേർ കൊണ്ടുപോയി അമ്മയ്ക്കും കൊടുക്കും, മോൾക്കും കൊടുക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ പിശാചിനോടുള്ള വൈരാഗ്യം എവിടെ പോയി? പാപത്തോടുള്ള വൈരാഗ്യം എവിടെ പോയി? ക്രിസ്ത്യാനിയുടെ ഉള്ളിൽ നിന്ന് അത് എവിടെ പോയി? പള്ളി വലുതായപ്പോൾ, സഭ വലുതായപ്പോൾ, ആഘോഷങ്ങളുണ്ടായപ്പോൾ, ഇതൊക്കെ കൂടിയപ്പോൾ എവിടെ പോയി? കൺവെൻഷൻ കൂടിയപ്പോൾ എവിടെ പോയി? പാപത്തോടുള്ള വൈരാഗ്യം എവിടെ പോയി? നിങ്ങളുടെ ഹൃദയത്തിലുണ്ടോ? മക്കൾ മാത്രം കൈക്കസ്തൂരി കൊടുക്കുക, മറ്റ് മനുഷ്യരൊക്കെ മുഖം വീർപ്പിച്ചിരിക്കുക. നിങ്ങൾക്ക് സാത്താൻ്റെ തലയൊന്നും തകർക്കാൻ പറ്റില്ല, പക്ഷേ സാത്താൻ്റെ മേൽ കാൽ വയ്ക്കാൻ പറ്റും. അതെനിക്ക് വേണ്ട എന്ന് വയ്ക്കാൻ പറ്റും. അപ്പോൾ കർത്താവ് അതിൻ്റെ തല ചതച്ചു തരും. പ്രേമം വേണ്ട എന്ന് വയ്ക്കാം. നിങ്ങളുടെ മക്കളെയൊക്കെ ഇത് പറഞ്ഞാണോ പഠിപ്പിക്കുന്നത്? പ്രേമമൊക്കെ 10 വയസ്സിലും 12 വയസ്സിലുമൊക്കെ പ്രേമം. വിവാഹം എന്താ, കുടുംബം എന്താണെന്ന് അറിയാൻ മേലാത്ത കാലത്തൊക്കെ പ്രേമം. മയക്കുമരുന്ന്. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ബാഗൊക്കെ പരിശോധിക്കാറുണ്ടോ നിങ്ങൾ? സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ. ദൈവമക്കളെ, ഇതൊക്കെ വാസ്തവത്തിൽ ഇതെല്ലാം എവിടെ പോയി? നമ്മുടെ ജീവിതത്തിലേക്ക് ഇതെല്ലാം മടങ്ങി വരണം. അതിനാണ് നാം കൂട്ടായ്മ ആചരിക്കുന്നത്. അതിനാണ് നാം ദൈവത്തിൻ്റെ സത്യവചനം കേൾക്കുന്നത്. നാം ഒരു ആഘോഷത്തിന് വേണ്ടി കൂടി വന്നതല്ല, ആൾക്കൂട്ടത്തിന് വേണ്ടി കൂടി വന്നതല്ല.
കുറേ ആളുകൾ കൂടി ഇങ്ങനെ പ്രാർത്ഥിച്ചെന്തെങ്കിലും കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ടല്ല. തീർച്ചയായും നാം കൂടി വരുമ്പോൾ രോഗസൗഖ്യമുണ്ട്, പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്, രോഗിക്ക് സൗഖ്യമുണ്ട്, കുഞ്ഞില്ലാത്തവർക്ക് കുഞ്ഞിനെ കിട്ടുന്നുണ്ട്, വിവാഹങ്ങൾ നടക്കുന്നുണ്ട്, പരീക്ഷകൾ ജയിക്കുന്നുണ്ട്, ഭവനം പണി നടക്കുന്നുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷേ നാം കൂടി വരുമ്പോൾ പ്രധാനമായി ഇത് എന്താണ്? സാത്താനെ ചവിട്ടുക. അപ്പോൾ പിശാചിൻ്റെ തലയിൽ യേശു ചവിട്ടും. എനിക്ക് പ്രേമം വേണ്ട എന്ന് ഒരു കുഞ്ഞ് തീരുമാനിച്ചാൽ തീർച്ചയായും ആ കുഞ്ഞിന് ദൈവം പുതിയൊരു ഹൃദയം കൊടുക്കൂലേ? അത് വേണ്ട എന്ന് വയ്ക്കാനുള്ള മനസ്സ് കൊടുക്കൂലേ? എനിക്ക് ഭർത്താവുമായിട്ട് നിരപ്പാകണം, ഭാര്യയുമായിട്ട് ഒരുമിച്ച് ജീവിക്കണം, അതിനൊന്ന് വിനയപ്പെടണം, അതിന് യുദ്ധം അവസാനിപ്പിക്കണമെന്ന് വിനയപ്പെടണം. ദൈവമക്കളെ, നിങ്ങൾ തീരുമാനിച്ചാൽ നിങ്ങൾക്കതിന് സാധിക്കില്ലേ? തീർച്ചയായും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ മുന്നോട്ട് വന്ന ദൈവത്തോട് അടുത്തു വരുകയും ദൈവം നിങ്ങളോട് അടുത്തു വരും. നിങ്ങൾക്കൊരു ചെറിയ സമർപ്പണം ഉണ്ടായാൽ മതി നിങ്ങളുടെ ഉള്ളിൽ. എനിക്ക് പാപം വേണ്ട, എനിക്ക് വഴക്ക് വേണ്ട, എനിക്ക് വിദ്വേഷം വേണ്ട, എനിക്ക് നീരസം വേണ്ട, എനിക്ക് ഒരുമിച്ച് സന്തോഷത്തോടെ ഉള്ളത് കൊണ്ട് ജീവിച്ചാൽ മതി. ദൈവത്തിന് സ്തോത്രം. ആ തീരുമാനം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴാണ് ദൈവം തമ്പുരാൻ ചവിട്ടിക്കളയുന്നത്. കാൽവരിയിൽ അവൻ ചവിട്ടിയെന്നുള്ളത് ശരിയാ. പക്ഷേ നിന്റെ ഹൃദയത്തിൽ നിന്ന് പാപം പോകണമെങ്കിൽ നീ തന്നെ പാപത്തെ വെറുക്കണം. നീ തന്നെ പാപത്തിന് മേൽ കാൽ വയ്ക്കാൻ തയ്യാറാകണം. എനിക്കത് വേണ്ട എന്ന് വയ്ക്കണം. എനിക്ക് നീരസം വേണ്ട, എനിക്ക് പിണക്കം വേണ്ട, എനിക്ക് കയ്പ് വേണ്ട. ദൈവമക്കളെ, നിങ്ങൾ തീരുമാനിക്കാമെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു സൂര്യോദയം ഉണ്ടാവും. നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു പ്രകാശം ഉദിക്കും. നിങ്ങളുടെ ഹൃദയത്തിൽ അരിമനാഥൻ്റെ സന്ദർശനം ഉണ്ടാകും. നിങ്ങളുടെ നരിയാണി മുതൽ അവൻ ശുദ്ധീകരിക്കും. നിങ്ങളുടെ ഹൃദയത്തെ അവൻ ബലപ്പെടുത്തും. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അവൻ മറുപടി തരും. നിങ്ങൾക്ക് തന്നെ നല്ല ധൈര്യവും ഉറപ്പും കിട്ടും. ജീവനുള്ള ദൈവം എൻ്റെ കൂടെയുണ്ട്. ജീവനുള്ള ദൈവം എൻ്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. അവൻ്റെ കയ്യിൽ പിടിച്ചാണ് ഞാൻ നടക്കുന്നത്. ഞാൻ അനാഥനല്ല, ഞാൻ ഏകനല്ല, ഞാൻ ഒറ്റയ്ക്കല്ല. പർവ്വതങ്ങൾ യെരൂശലേമിനെ ചുറ്റിയിരിക്കുന്ന പോലെ ജീവനുള്ള ദൈവം എന്നെ ചുറ്റിയിരിക്കുന്നു. സങ്കീർത്തനക്കാരൻ പറഞ്ഞല്ലോ, പ്രിയപ്പെട്ടവരെ, പർവ്വതം അവിടെ എന്നും ഉണ്ട്. ബാല്യകാലത്തുണ്ട്, യൗവനകാലത്തുണ്ട്, മധ്യവയസ്കലുമുണ്ട്, വാർദ്ധക്യത്തിലുള്ള പോലെ. സഹോദര സഹോദരിമാരെ, നിങ്ങളുടെ യൗവനത്തിലുള്ള ദൈവം നിങ്ങളുടെ മധ്യവയസ്സിലും നിങ്ങളുടെ വാർദ്ധക്യത്തിലും നിങ്ങളുടെ മരണക്കിടക്കയിലും നിങ്ങൾ അത്യാസന്ന നിലയിലാകുമ്പോഴും ആ ദൈവം നിങ്ങൾക്ക് പർവ്വതം പോലെ നിങ്ങളുടെ ചുറ്റുമുണ്ടായിരിക്കും. നിങ്ങൾക്ക് ആ നിർണയമുണ്ടോ? നിങ്ങൾക്ക് ദൈവത്തിൻ്റെ കൂടെ പോകാനാണോ എന്നൊരു ആഗ്രഹമുണ്ടോ? ആ തീരുമാനമാണ് നമുക്ക് വേണ്ടത്. ആ തീരുമാനമാണ് നമ്മുടെ ഹൃദയത്തിൽ ആവശ്യമായിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. സാത്താനെ ചവിട്ടിക്കളയുക. യഹൂദന്മാർക്ക് എന്തെല്ലാം കുഴപ്പമുണ്ടായിരുന്നെങ്കിലും ദൈവമക്കളെ, അവർക്കൊരു വലിയ സവിശേഷതയുണ്ടായിരുന്നു. അവരാണ് ലോകത്തെ ആദ്യമായി ഒരു സത്യം പഠിപ്പിച്ചു. ഈ ലോകത്തെ യഹൂദൻ പഠിപ്പിച്ച ഒരു സത്യമുണ്ട്. അദൃശ്യനായ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കാൻ മനുഷ്യന് കഴിയുമെന്ന് പഠിപ്പിച്ചു. അദൃശ്യനായ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിന്നുകൊണ്ട് ജീവിതത്തിൽ ആ ദൈവത്തിന് വേണ്ടി വിശുദ്ധിയോടെ നിൽക്കാമെന്ന് ഈ ലോകത്തെ പഠിപ്പിച്ചത് യഹൂദനാണ്. മോശ ചെയ്തത് നിങ്ങൾ വായിച്ചിട്ടില്ലേ? അദൃശ്യനായ ദൈവത്തെ കണ്ടതുപോലെ. അന്ന് ലോകത്തുള്ള സകലമാന ജാതികളും ഓരോരോ വിഗ്രഹങ്ങളെ, ഓരോരോ പടം, ഓരോരോ കാര്യങ്ങളെയെല്ലാം ദൈവത്തെ കണ്ടുകൊണ്ട് ആ ദൈവം ഞങ്ങളുടെ പുറമേയുള്ളത് മാത്രം കാണുന്നു എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ യഹൂദനെ പഠിപ്പിച്ചു അദൃശ്യനായ ഒരു ദൈവം എന്ന് വെച്ചാൽ എൻ്റെ രഹസ്യം കാണുന്ന ഒരു ദൈവം, എൻ്റെ ഹൃദയം കാണുന്ന ഒരു ദൈവം, എൻ്റെ ഹൃദയത്തിലൂടെ പോകുന്ന ചിന്തകളെ കാണുന്ന ഒരു ദൈവം, എൻ്റെ ഹൃദയത്തിലൂടെ പോകുന്ന മോഹങ്ങളെ കാണുന്ന ഒരു ദൈവം, എൻ്റെ മോഹചിന്തകളെ അറിയുന്നൊരു ദൈവം. ആ ദൈവമുണ്ട് എന്ന് പഠിപ്പിച്ചത് ദൈവമക്കളെ ഈ ജാതിയാണ്. അതുകൊണ്ടാണ് അവർക്ക് അതിൻ്റെതായ സ്വഭാവ ശ്രേഷ്ഠതയെല്ലാം ഉണ്ടായി. ഹൃദയം കാണുന്നൊരു ദൈവമുണ്ട് എന്ന്, അദൃശ്യനായ ഒരു ദൈവമുണ്ട്, ആ ദൈവം എന്നെ കാണുന്നുണ്ട്. ദൈവമക്കളെ, നിങ്ങൾക്ക് ആ ബോധ്യം വന്നിട്ടുണ്ടോ? ആ നിർണയം നിങ്ങളുടെ ഉള്ളിലുണ്ടോ? അതോ നിങ്ങൾ പുറമേ കാണിക്കുന്നത് മാത്രമേ ദൈവം കാണുന്നു എന്നാണോ നിങ്ങളുടെ വിചാരം? അതോ അദൃശ്യനായ ഒരു ദൈവം, എന്നെ ആ ദൈവം കാണുന്നു, എൻ്റെ ഹൃദയം അവൻ കാണുന്നു, എൻ്റെ ഹൃദയം അവൻ അറിയുന്നു, എൻ്റെ ഹൃദയത്തിലൂടെ പോകുന്ന പാപചിന്തകളെ അവൻ അറിയുന്നു. ജീവനുള്ള ദൈവം 10 കൽപ്പനകൾ കൊടുത്തു. നിങ്ങൾക്കറിയാമല്ലോ 10 കൽപ്പനകൾ. ദൈവത്തെ അല്ലാതെ വേറെ ഒന്നിനെയും ആരാധിക്കരുത്. 2ാമത് ഒന്നിൻ്റെയും വിഗ്രഹം ഉണ്ടാക്കരുത്. 3ാമത്തേത് ദൈവത്തിൻ്റെ നാമം വൃഥാ
എടുക്കരുത്. 4-ാമത്തേത് ശാബത് ആചരിക്കണം. 5-ാമത്തെ പ്രമാണം എന്താ? അപ്പനെയും അമ്മയെയും ബഹുമാനിക്കണം. 6-ാമത്തെ പ്രമാണം എന്താ? കൊല ചെയ്യരുത്. 7-ാം പ്രമാണം വ്യഭിചാരം ചെയ്യരുത്. 8-ാം പ്രമാണം മോഷ്ടിക്കരുത്. 9-ാമത്തെ പ്രമാണം കള്ളസാക്ഷ്യം പറയരുത്. നിന്റെ നാവ് കൊണ്ട് ഒരുത്തനെ ദുഷിക്കരുത്. നിന്റെ നാവ് കൊണ്ട്. ദൈവമക്കളെ, ആ കാലത്ത് തന്നെ മോശ 10 കൽപ്പനകൾ പഠിപ്പിച്ചു. നിന്റെ നാവ് കൊണ്ട് ഒരുത്തൻ്റെ കുറ്റം പറഞ്ഞ് ദുഷിക്കരുത്. നിന്റെ നാവ് കൊണ്ട് കള്ളസാക്ഷ്യം പറയരുത്. നീ പറയുന്നതിൽ അർത്ഥസത്യം ഉണ്ടാകരുത്. നീ പറയുന്നതിൽ വ്യാജമുണ്ടാകരുത്. 10-ാമത്തെ പ്രമാണം നിന്റെ കൂട്ടുകാരനുള്ളതിനെ, അവൻ്റെ ഭാര്യയെയോ അവൻ്റെ ഭർത്താവിനെയോ അവൻ്റെ കന്നുകാലിയെയോ അവനുള്ള ആടുമാടുകളെയോ ഒന്നിനെയും മോഹിക്കരുത്. ഹൃദയത്തിൽ മോഹം വരരുത് എന്ന് ആ കാലത്ത് തന്നെ പഠിപ്പിച്ചു. അവരത് പഠിച്ചു. അവരുടെ മക്കളെ പഠിപ്പിച്ചു. അവരുടെ തലമുറയെ പഠിപ്പിച്ചു. അതാണ് യഹൂദൻ അദൃശ്യനായി ദൈവത്തെ കണ്ടതുപോലെ നിന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതാ. അതുകൊണ്ട് അവരെല്ലാം തികഞ്ഞവരായിട്ടല്ല, പക്ഷേ ദൈവം അവരെ പരിപാലിച്ചു. അവരുടെ ജീവിതത്തിൽ ആ ശ്രേഷ്ഠമേറിയ സ്വഭാവങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ദൈവമക്കളെ, നാം ക്രിസ്ത്യാനികളാണ്. നാമും ക്രൈസ്തവരെന്നറിയപ്പെടുന്നു. നാം ക്രിസ്തുവിനെ പിൻപറ്റുന്നു. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ളതായ എൻ്റെ മോഹത്തിൽ പോലും ഒരു ചിന്ത വരരുത്. നമുക്ക് ചിലരെ കാണുമ്പോൾ മോഹം, അവനുള്ളത് കാണുമ്പോൾ മോഹം, അവനുള്ളവരെ കാണുമ്പോൾ മോഹം, സൗന്ദര്യം കാണുമ്പോൾ മോഹം, വസ്തുവ കാണുമ്പോൾ മോഹം, അവനുള്ള എന്തെങ്കിലും കാണുമ്പോൾ മോഹം. എന്നാൽ നാം അറിയുന്നില്ല, നാം മോഹിക്കുന്ന വസ്തു അല്ലെങ്കിൽ നാം മോഹിക്കുന്നത് എന്താണോ അത് കയ്യിലുള്ളവന് അത് അത്ര വലിയ കാര്യമായിട്ടെന്ന് തോന്നണില്ല. നമുക്കത് മോഹമായിട്ട് തോന്നുന്നു. അത് കയ്യിൽ കിട്ടിയവന് അത്ര വലിയ കാര്യമായിട്ട് തോന്നുന്നുമില്ല. അതാണ് മനുഷ്യൻ്റെ ബലഹീനത എന്ന് പറയുന്നത്. അതാണ് മനുഷ്യൻ്റെ കഴിവുകേട്. അത് പിശാചിൻ്റേതാണെന്ന് പറയുന്നത് കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കെന്താണ് വേണ്ടത്? നമുക്ക് ദൈവത്തിൻ്റെ മകനും മകളുമായി ജീവിക്കണം. നമുക്ക് കർത്താവായ യേശുവിൻ്റെ നമ്മുടെ ചിന്തയിൽ പോലും പാപം വരാതെ സാത്താനെ ചവിട്ടുന്ന ഒരനുഭവത്തിൽ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് പിശാചിനെ ജയിക്കുന്ന ഒരനുഭവത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റണം. മദ്യത്തെ ഉപേക്ഷിക്കാൻ പറ്റണം. നമ്മുടെ മനസ്സാക്ഷിയിൽ ദൈവം എഴുതിയിട്ടുണ്ട്. പക്ഷേ നാം അതിനെ തള്ളിക്കളഞ്ഞിട്ട് പിന്നെയും കയ്പ് വെച്ചുകൊണ്ടിരിക്കുന്നു. ഈ വാക്യം കേൾക്കുന്ന എത്രയോ പേരുടെ ഉള്ളിൽ ഇപ്പോഴും കയ്പുണ്ട്, ഇപ്പോഴും നീരസമുണ്ട്, ഇപ്പോഴും പിണക്കമുണ്ട്, ഇപ്പോഴും ഞാൻ മിണ്ടൂല എന്ന് പറയുന്ന എത്രയോ പേരുണ്ട്. എത്രയോ പേരോട് നിങ്ങൾ മിണ്ടാതിരിക്കാൻ ശ്രമിക്കുന്നു. നിങ്ങൾ അവരുടെ മുഖം കാണാതെ ഒഴിവാകാൻ ശ്രമിക്കുന്നു. നിങ്ങൾ അവർക്ക് നല്ലത് വരണമേ എന്ന് പ്രാർത്ഥിക്കാതിരിക്കാൻ നിങ്ങൾ എത്രമാത്രം ശ്രദ്ധയോടെയാണ് അവർക്ക് വേണ്ടി ഒരു പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ പേര് വരാതിരിക്കാൻ നിങ്ങൾ നോക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതല്ല ദൈവം നമ്മളെ കാണിച്ചു തന്ന വഴി. ദൈവത്തിന് സ്തോത്രം. എന്താണ് പഠിപ്പിച്ചത്? നമ്മളെ പഠിപ്പിച്ചെന്താണ്? യേശുക്രിസ്തു ഉരുവാകുന്നില്ല. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് എന്താണ് പഠിപ്പിച്ചത്? യേശുക്രിസ്തു നിങ്ങളിൽ ഉരുവാകുന്നില്ല. അനേകരും രക്ഷിക്കപ്പെടുന്നില്ല. കൊയ്ത്ത് കഴിഞ്ഞു, ഫലശേഖരവും കഴിഞ്ഞു, നാമോ രക്ഷിക്കപ്പെടുന്നില്ല. അനേകരുടെ ഉള്ളിൽ യേശു ഉരുവാകുന്നില്ല. ഇനി രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നവരുണ്ട്. അവരുടെ ഉള്ളിൽ എന്തില്ല? ഫിലിപ്പിയ ലേഖനം എടുക്കാം. ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അതിൻ്റെ 3-ാം വാക്യം വായിച്ച്. ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ. ശാഠ്യവും ദുരഭിമാനത്താലും ഒന്നും ചെയ്യാതെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, സത്യമായി ദൈവത്തിൻ്റെ വചനപ്രകാരം നിങ്ങൾ നിങ്ങളെ തന്നെ വിധിക്കുമോ? ശാഠ്യത്താലും ദുരഭിമാനത്താലും ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുവിൻ. ഈ വചനപ്രകാരം ദൈവമേ നീ ന്യായം വിധിക്കുമെങ്കിൽ എത്ര പേർ ദൈവരാജ്യത്തിലുണ്ടാകും? എൻ്റെ പ്രിയപ്പെട്ടവരെ, പുതിയ നിയമ ശുശ്രൂഷകനാകാൻ അവൻ പ്രാപ്തനാക്കി തന്നെ എത്താൻ പറ്റില്ല. നിങ്ങൾ ദൈവത്തോട് പറ, കർത്താവേ, എനിക്ക് സ്നേഹിക്കാൻ പറ്റണില്ല, എനിക്ക് അംഗീകരിക്കാൻ പറ്റണില്ല, എനിക്ക് വിനയപ്പെടാൻ പറ്റണില്ല, എനിക്ക് എൻ്റെ ഭവനത്തിൽ സമാധാനം ഉണ്ടാക്കാൻ പറ്റണില്ല, എനിക്ക് സാധിക്കുന്നില്ല. കർത്താവേ, അത്രമാത്രം കയ്പ്, അത്രമാത്രം ഈർഷ്യ, അത്രമാത്രമുള്ള വാക്കുകൾ ഞാൻ കേൾക്കേണ്ടി വരുന്നു. എൻ്റെ സഹനത്തിൻ്റെ പരിധി കഴിഞ്ഞുപോയി. കർത്താവേ, എനിക്ക് സാധിക്കുന്നില്ല.
പ്രിയപ്പെട്ടവരെ, ആ ആശ്രയമാണ് നമുക്ക് വേണ്ടത്. നിങ്ങളുടെ നിസ്സഹായത നിങ്ങൾ ദൈവത്തോട് പറയുക. ഒരു നിമിഷം നിങ്ങളൊന്ന് പറയുക, കർത്താവേ, എനിക്ക് സാധിക്കുന്നില്ല, ഈ പറയുന്നത് പോലെ സ്നേഹിക്കാൻ എനിക്ക് പറ്റുന്നില്ല, എനിക്കങ്ങ് വിനയപ്പെടാൻ പറ്റുന്നില്ല, എനിക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല, എൻ്റെ ഉള്ളിൽ നിന്ന് ആ പിടിവാശി മാറുന്നില്ല, നിർബന്ധബുദ്ധി മാറുന്നില്ല. ജീവനുള്ള ദൈവമേ, തിരുവചനം പറയുന്നുണ്ടല്ലോ, ദൈവത്തിന് സ്തോത്രം. ഹാഗാറിനും സാറായെയും കുറിച്ച് പറഞ്ഞു. ഹാഗാറും സാറായും, അതിൻ്റെ 21 വാക്യം മുതൽ 29 വരെ അതാണ് പറയുന്നത്. അബ്രഹാമിന് 2 ഭാര്യ, സാറായും ഹാഗാറും. സാറ മേലുള്ള യെരുശലേമാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 2 ഭാര്യമാരെ കുറിച്ച് പറയുന്നു. ഒന്ന്, ചടങ്ങുകളും ആചാരങ്ങളും മാത്രമായി നടക്കുന്ന ഒരു കൂട്ടം ജനം, അവർ ഈ ലോകത്തിൻ്റെ മക്കളാണെന്ന് പൗലോസ്ലീഹ പറയുന്നു. എന്നാൽ നാമോ സാറായുടെ മക്കളാണെന്ന് പറയുന്നു. നമ്മുടെ മേലുള്ള യെരുശലേമിലെ മക്കളാണ് നമ്മൾ ക്രിസ്തു യേശുവിനാൽ വീണ്ടെടുക്കപ്പെട്ടവർ, ക്രിസ്തുവിൻ്റെ മുദ്രയുള്ള മക്കളാണ്, കുഞ്ഞാടിൻ്റെ കുഞ്ഞാടിൻ്റെ മുദ്രയുള്ള മക്കളാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കുഞ്ഞാടിൻ്റെ മുദ്രയുള്ള മക്കളാണ്. ദൈവത്തിന് സ്തോത്രം. അതാണ് അപ്പോസ്തലൻ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകനാകാൻ പ്രാപ്തനാക്കി. ഞാൻ ഒറ്റ കാര്യം കൂടെ പറയാം. പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ദ പവർ ഓഫ് റിപ്പൻറ്റൻസ്. ദ പവർ ഓഫ് റിപ്പൻറ്റൻസ്, അനുതാപത്തിൻ്റെ ശക്തിയെക്കുറിച്ച് നിങ്ങളൊന്ന് അറിയണം. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് അനുദപിച്ചാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന അനുഗ്രഹത്തെക്കുറിച്ച് നിങ്ങളൊന്ന് അറിയണം. നിങ്ങളൊന്ന് വിനയപ്പെട്ട് പ്രാർത്ഥിച്ചാൽ, നിങ്ങളൊന്ന് പാപം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചാൽ, നിങ്ങളൊന്ന് അയ്യം വിളിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ അരുമയോടെ പാപത്തെ, നിങ്ങളുടെ അകൃത്യങ്ങളെ ഏറ്റുപറഞ്ഞ് കരഞ്ഞാൽ നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ശക്തിയെക്കുറിച്ച് നിങ്ങളൊന്ന് അറിയണം. പ്രിയപ്പെട്ടവരെ, ഇൻ ദ പവർ ഓഫ് റിപ്പൻറ്റൻസ്, ഹല്ലേലൂയ, ദ പവർ ഓഫ് റിഡംഷൻ നിങ്ങൾക്കറിയാം. ദ പവർ ഓഫ് ഹെയ്റ്റിംഗ് സിൻ, പാപത്തെ വെറുക്കുന്നതിൻ്റെ ശക്തി നിങ്ങൾക്കറിയാം. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ശിംശോൻ 2 കൈയും കെട്ടപ്പെട്ടവനായി, കാലിലും ചങ്ങലയുള്ളവനായി, കയ്യിലും ചങ്ങലയുള്ളവനായി, ഒന്നും ചെയ്യാൻ കഴിവില്ലാത്തവനായി, എല്ലാം തപ്പിത്തടഞ്ഞു കാണുന്നവനായി, കണ്ണുകുത്തി പൊട്ടിച്ചവനായി, പാപത്തിൽ കിടന്ന് നരകിച്ചുകൊണ്ട് കണ്ണുപൊട്ടനായി, എല്ലാം തപ്പി നടന്ന് കാണുന്നവനായി, കയ്യിലും കാലിലും ചങ്ങലയുള്ളവനായി ശിംശോൻ നിൽക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവൻ അഭിഷേകത്തിൻ്റെ ശക്തി അവൻ്റെ മേലുണ്ടായിരുന്നു. അന്നവൻ പ്രതാപശാലിയായിരുന്നു. ആളുകൾ അവനെ പൊക്കി പറഞ്ഞിരുന്നു, അവനെ പ്രശംസിച്ച് പറഞ്ഞിരുന്നു. ഇപ്പോഴെല്ലാം നഷ്ടപ്പെട്ടു, എല്ലാ ശക്തിയും നഷ്ടപ്പെട്ടു. അവൻ ചങ്ങലയിൽ കുടുങ്ങിക്കിടക്കുന്നു. അപ്പോഴാണ് അവൻ ഒരു കാര്യം പറയുന്നത്, എൻ്റെ ജീവനുള്ള ദൈവമേ, എന്നെ ഒന്ന് ഓർക്കണമേ. ഹല്ലേലൂയ. അതാണ് ശിംശോൻ പറഞ്ഞത്. വലത്തെ ഭാഗത്തെ കള്ളനും പറഞ്ഞതാ, എന്നെ ഒന്ന് ഓർക്കണം. ഹല്ലേലൂയ. ദാറ്റ് ഈസ് എ പവർ ഓഫ് റിപ്പൻറ്റൻസ്. ഹല്ലേലൂയ. വലത്തെ ഭാഗത്തെ കള്ളനും അത് തന്നെയാണ് പറഞ്ഞത്, കർത്താവേ, എന്നെ ഒന്ന് ഓർക്കണം. ഞാൻ പാപച്ചെളിയിലാണ്, ഞാൻ പാപക്കുഴിയിലാണ്, ഞാൻ പാരമ്പര്യത്തിൻ്റെ കുഴിയിലാണ്. എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല, എനിക്ക് വെറുപ്പ് മാറുന്നില്ല, എനിക്ക് അശുദ്ധി മാറുന്നില്ല, എനിക്ക് മദ്യപാനം മാറുന്നില്ല, എനിക്ക് അവിഹിത ബന്ധം മാറുന്നില്ല, എനിക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ല. അതാണ് വലത്തെ ഭാഗത്തെ കള്ളം പറഞ്ഞത്, കർത്താവേ, എന്നെ ഒന്ന് ഓർക്കണം. അത് തന്നെയാണ് ശിംശോൻ പറഞ്ഞത്, കർത്താവേ, ഈ ചങ്ങലയൊക്കെ നീ കാണുന്നുണ്ടല്ലോ, ഞാൻ സമ്പാദിച്ചതാണ്, എനിക്ക് വന്നുകൂടിയതാണ്. ഈ ചങ്ങല എൻ്റെ കാലിലും കയ്യിലും നാവിലും കണ്ണിലും എല്ലാത്തിലും ഉണ്ട്. ഈ ചങ്ങലയല്ല, എന്നെ ഒന്ന് ഓർക്കണമേ എന്നാണ് ആ ശിംശോൻ പറഞ്ഞത്. എന്താണ് സംഭവിച്ചത് പ്രിയപ്പെട്ടവരെ? അവൻ ആ ചങ്ങലയോടുകൂടെ തന്നെ ദ പവർ ഓഫ് റിപ്പൻറ്റൻസ്, അവൻ്റെ ചങ്ങല പൊട്ടിയിട്ട് അവൻ അവിടെ ദൈവരാജ്യത്തിലേക്ക് ഉയർന്നു പോയതായിട്ടാണ് നാം കാണുന്നത്. ആ ചങ്ങല പൊട്ടിയവൻ ദൈവരാജ്യത്തിലേക്ക് പറന്നുയർന്നു. ഹല്ലേലൂയ. ശിംശോൻ ദൈവരാജ്യത്തിലെത്തി, വിശ്വാസ വീരന്മാരുടെ പട്ടികയിലെത്തി. ചങ്ങലയിൽ കുടുങ്ങിയവൻ ദൈവരാജ്യത്തിലെത്തി, പാപത്തിൽ കുടുങ്ങിയവൻ ദൈവരാജ്യത്തിലെത്തി. അതാണ് പവർ ഓഫ് റിപ്പൻറ്റൻസ്. പ്രിയ ദൈവത്തിലെ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷയാണ് നടക്കുന്നത്. പ്രിയപ്പെട്ട സഹോദര, നീ ഒന്ന് ദൈവത്തോട് പറ, കണ്ണുകൾ അടച്ചിട്ട് പുസ്തകം അടച്ചിട്ട് ദൈവത്തോട് പറ, കർത്താവേ, എനിക്ക് സാധിക്കുന്നില്ല, ഞാൻ പരാജയപ്പെട്ടു പോയി, ഞാൻ തോറ്റുപോയി, എൻ്റെ കുടുംബത്തിൽ പരാജയപ്പെട്ടു പോയി, സ്നേഹിക്കുന്നതിൽ പരാജയപ്പെട്ടു പോയി, അടുക്കളയിൽ പരാജയപ്പെട്ടു പോയി, ഊണുമേശയിൽ പരാജയപ്പെട്ടു പോയി, കിടപ്പുമുറിയിൽ പരാജയപ്പെട്ടു പോയി, പരീക്ഷയിൽ പരാജയപ്പെട്ടു പോയി, ജോലി ചെയ്യുന്നതിൽ തോറ്റുപോയി, ശുശ്രൂഷകൾ തോറ്റുപോയി, എല്ലാം തോറ്റുപോയി. എന്നെ ഒന്ന് ഓർക്കണമേ, എന്നെ ഒന്ന് ഓർക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, പ്രാർത്ഥന വളരെ ലളിതമാണ്. പ്രാർത്ഥന ഒരുപാട് വാക്കുകളൊന്നുമില്ല. എന്നെ ഒന്ന് ഓർക്കണമേ, എൻ്റെ ഈ ചങ്ങലയെന്ന് ഓർക്കണമേ, എൻ്റെ പരാജയമെന്ന് ഓർക്കണമേ. തീരുമാനമുള്ളവർക്ക് കരങ്ങൾ ഉയർത്തി ദൈവത്തോട് പറയാ, കർത്താവേ, ഞാൻ തോറ്റു കിടക്കുന്ന
കിടക്കുന്നതെന്ന് ഓർക്കണമേ, ഞാൻ കഴിവില്ലാതെ കിടക്കുന്നതെന്ന് ഓർക്കണമേ, എന്നെ ഒന്ന് ഓർക്കണമേ, എന്നെ ഒന്ന് ഓർക്കണമേ, എന്നെ ഒന്ന് ഓർക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവ പൈതലേ, നിന്റെ ഉള്ളിൽ നിന്ന് വന്നെങ്കിൽ, നിന്റെ അന്തരംഗത്തു നിന്നാണത് വന്നതെങ്കിൽ നീ അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ്. സ്വർഗത്തിൽ നിന്റെ പേരെഴുതാൻ പോവുകയാണ്. ശിംശോൻ ഉയർന്നുയർന്നുയർന്നങ്ങ് പോയി. ശിംശോൻ ഉയർന്നുയർന്നുയർന്നങ്ങ് പോയി. വിശ്വാസവീരന്മാരുടെ ആ പട്ടികയിലേക്ക് അവൻ ഉയർന്നു പോയി. ദൈവവേദലേ, നീയും ഉയരുകയാണ്, നീയും ഉയരത്തിലേക്ക് ഉയരുകയാണ്, യേശുവിൻ്റെ സന്നിധിയിലേക്ക് ഉയരുകയാണ്, ഉയർന്ന തലത്തിലേക്ക് ഉയരുകയാണ്, ഒരു വിശുദ്ധ ജീവിതത്തിലേക്ക് ഉയരുകയാണ്, സ്നേഹത്തിൽ ഉയരുകയാണ്, സ്നേഹത്തിൻ്റെ ആത്മാവിനാൽ നീ ബന്ധിക്കപ്പെടുകയാണ്. പരിശുദ്ധാത്മാവിനാലുള്ള ഉയർച്ച നമുക്ക് പ്രാർത്ഥിക്കാൻ, കരങ്ങളെ താഴ്ത്തിയിടാൻ. നല്ല ദൈവമേ, ഈ തന്ന സമയത്തിനായി സ്തോത്രം. ജീവനുള്ള ദൈവമേ, നിന്റെ മക്കളുടെ കരച്ചിൽ കേട്ട ദൈവമേ, അവരെ ഒന്ന് ഓർക്കണമേ. ഹല്ലേലൂയ. അവരത്രേ പറഞ്ഞുള്ളൂ, ശിംശോൻ അത്രേ പറഞ്ഞുള്ളൂ, എന്നെ ഒന്ന് ഓർക്കണം. ഹല്ലേലൂയ. എന്ത് ഹൃദയം പൊട്ടിയാണ് ആ വാക്ക് വന്നത്, എന്നെ ഒന്ന് ഓർക്കണം. ഹല്ലേലൂയ. മറ്റൊന്നും വേണ്ട. പ്രിയ ദൈവവേദലേ, ചങ്ങലയുണ്ടെങ്കിലും ഏറ്റു പറയാൻ കേട്ടോ, പൊട്ടക്കിണറ്റിൽ കിടന്നാലും ഏറ്റു പറയാൻ കേട്ടോ, രോഗക്കടക്കയിൽ കിടന്നും ഏറ്റു പറയാൻ കേട്ടോ, ഏത് പാപക്കുഴിയിൽ കിടന്നും യേശുവിനെ വിളിക്കാൻ കേട്ടോ. ഹല്ലേലൂയ. ഏത് പാപക്കുഴിയിൽ കിടന്നുകൊണ്ട് യേശുവിനെ വിളിക്കാൻ കേട്ടോ. വിളിച്ചാൽ അവൻ കേൾക്കും, വിളിച്ചാൽ അവൻ ഉത്തരം തരും, വിളിച്ചാൽ അവൻ ഉയർത്തും, വിളിച്ചാൽ അവൻ സഹായിക്കും. ദൈവനാമം മുഹത്വപ്പെടുമാർ.